അങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ അങ്ങ് തോന്നുക, ഞാൻ എന്തിനാ ജീവിക്കുന്നത്, എൻ്റെ ലൈഫിന് എന്താ പർപ്പസ്, എന്നെ ആർക്കാ വേണ്ടത്? അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ശൂന്യത, ആകെപ്പാടൊരു നിരാശ, ജീവിതത്തിനൊന്നൊരു അർത്ഥമില്ലെന്ന് തോന്നുക. അല്ലെങ്കിൽ മൊത്തത്തിലൊരു മാറ്റം വേണം തോന്നുക. അതിപ്പോൾ നമ്മുടെ അപ്പിയറൻസിലായിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, കരിയറിലായിക്കോട്ടെ, മൊത്തത്തിലൊരു മാറ്റം വേണം എന്ന് വല്ലാത്തൊരു തോന്നൽ. അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ജീവിതത്തിലെടുത്ത പല തീരുമാനങ്ങളും തെറ്റായിപ്പോയോ എന്നിങ്ങനെ വെറുതെ ആലോചിച്ച് വിഷമിക്കുക. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഫേസിൽ കൂടെ ആണോ നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതൊരു മിഡ് ലൈഫ് ക്രൈസിസ് ആവാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് അൺഎഡിറ്റഡ്. തുടങ്ങുമ്പോൾ തന്നെ പറയാണ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സ്ത്രീകൾക്കും വനിതാ ദിന ആശംസകൾ. വനിതാ ദിനം ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന മിഡ് ലൈഫ് ക്രൈസിസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. എന്ന് വെച്ച് പുരുഷന്മാർ മിഡ് ലൈഫ് ക്രൈസിസിൽ കൂടെ കടന്നു പോകുന്നില്ല എന്നതിനൊരു അർത്ഥമില്ല. പുരുഷന്മാരും ഇതേ ഫേസിൽ കൂടെ കടന്നു പോകാറുണ്ട്. പ്രത്യേകിച്ച് ഒരു 40 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ആളുകൾ കടന്നു പോകുന്നൊരു ട്രാൻസിഷൻ ഫേസ് ആണ് മിഡ് ലൈഫ് ക്രൈസിസ് നമ്മൾ പൊതുവേ പറയുന്നത്. ആ സമയത്ത് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നൊരു സമയമാണ്. ഇന്നത്തെ കാലത്ത് അത് കുറച്ചും കൂടെ കുറഞ്ഞ് 30കളിൽ തന്നെ തുടങ്ങുന്നുണ്ട് എന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫേസിൽ നമുക്ക് അതിൽ കൂടെ ഒന്ന് നാവിഗേറ്റ് ചെയ്ത് പുറത്ത് വരാനുള്ള ആ ഒരു ബുദ്ധിമുട്ടിനെയൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലൊരു ക്രൈസിസ് ആയിട്ട് പറയാറുള്ളത്. പക്ഷെ സ്ത്രീകളിൽ മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്നത് പലർക്കും ഭയങ്കര ഒരു ബാലി കയറാൻ മലയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, പുരുഷന്മാർക്ക് പലപ്പോഴും അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിലുള്ള മാറ്റങ്ങൾ, അവരുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ കഴിയാതെ വരിക, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച കരിയറിലേക്ക്, ആഗ്രഹിച്ച ഒരു ലൈഫ് സ്റ്റാറ്റസിലേക്കൊന്നും എത്താൻ പറ്റാതിരിക്കുന്നതൊക്കെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു മിഡ് ലൈഫ് ക്രൈസിസിലേക്ക് ലീഡ് ചെയ്യുന്നത്. എങ്കിൽ സ്ത്രീകൾക്ക് വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനായിട്ട് ഹോർമോണൽ ചേഞ്ചസ്, അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലി ഉണ്ടാവുന്ന കുറേ മാറ്റങ്ങൾ, സൈക്കോളജിക്കൽ ചേഞ്ചസ്, മെൻസ്ട്രൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കൂടെ ചേർന്നിട്ട് സ്ത്രീകളിൽ പലപ്പോഴും മിഡ് ലൈഫ് ക്രൈസിസ് കുറച്ചും കൂടെ കോംപ്ലക്സ് ആക്കാറുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ കടന്നു പോകുന്നൊരു ഫേസ് ആയിരിക്കും ഇത്. ചിലർ വളരെ സ്മൂത്തായിട്ട് ഇത് കൂടെ കയറി ഇറങ്ങി അങ്ങ് പോകും. പക്ഷെ വേറെ ചിലർ ഇതിനകത്ത് കിടന്നിങ്ങനെ കയ്യും കാലോട്ടടിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഇൻബോക്സിൽ പെട്ടെന്ന് അവളുടെ മെസ്സേജ്, അപ്പോൾ എന്താണ് വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ വേറൊരു ഇൻട്രൊഡക്ഷനും ഇല്ലാതെ പെട്ടെന്ന് എന്നോട് പറഞ്ഞത്, എടി എനിക്കൊരു മാറ്റം വേണം എന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൾ വളരെ ഹാപ്പി ആയിട്ട് കുടുംബമൊക്കെ ആയിട്ട് നല്ലൊരു കരിയറുമായിട്ട് മുന്നോട്ട് പോകുന്ന അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മളെപ്പോഴും അവളെ സോഷ്യലി കാണുക. പക്ഷേ അവൾ പറയായിരുന്നു, മൊണോട്ടോണസ് ആയിട്ടുള്ളൊരു ജോലി കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, വെരി സ്മാർട്ട്, ഇൻ്റലിജൻറ്റ്, ബ്യൂട്ടിഫുൾ ഗേൾ. അപ്പോൾ അവൾക്കൊരു തോന്നൽ, ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഒരു വലിയൊരു സമയം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്ത് വെറുതെ കളഞ്ഞു എന്നുള്ളൊരു തോന്നലാണ് അവൾക്കിപ്പോൾ അവളെ ഹിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ആ കോൺവെർസേഷൻ്റെ എൻഡിൽ ഞങ്ങൾ തന്നെ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തു, മിക്കവാറും മിഡിൽ ഏജ് ക്രൈസിസ് ആയിരിക്കും അല്ലേ എന്നിങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞു നിർത്തുകയുണ്ടായി. എന്നിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമ്മൾ അടുത്തൊരു ദിവസം വിശദമായിട്ടിരിക്കാം എന്നൊക്കെ പറഞ്ഞ് നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഇവിടെ എന്നെ കാണുന്ന കേൾക്കുന്ന കുറേ അധികം പെണ്ണുങ്ങളുണ്ട്. അവരുടെയൊക്കെ സ്നേഹം ഇൻബോക്സിലൂടെ പല രൂപത്തിൽ അല്ലെങ്കിൽ വഴിയിൽ വെച്ച് കാണുമ്പോഴൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോടും കൂടെ സംസാരിക്കാം എന്ന് വിചാരിച്ചു. ആൻഡ് ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് എക്സ്ക്ലൂസീവ് വീഡിയോ ഫോർ വുമൻ, അങ്ങനെയൊന്നുമില്ല. പുരുഷന്മാരും തീർച്ചയായിട്ടും കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഈ മിഡിൽ ഏജ് ക്രൈസിസിലൂടെ നമ്മൾ കടന്നു പോകാനുള്ള കുറച്ച് കാരണങ്ങളെക്കുറിച്ച് ആദ്യം പറയാം. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, ലൈഫിൽ ഉണ്ടാവുന്ന മേജർ കുറേ ട്രാൻസിഷൻസ് ആണ്. കുറേ വ്യത്യാസങ്ങൾ, കുറേ മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണല്ലോ 30കളുടെ ഒരു പകുതി തൊട്ട് 40കളിലും 50കളിലും ഒക്കെ. അപ്പോൾ അതിനകത്ത് നമ്മുടെ റോള് തന്നെ പലപ്പോഴും ചേഞ്ച് ആവാറുണ്ട്. ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുണ്ടാവുന്ന സമയം തൊട്ട് പലപ്പോഴും നമ്മുടെ റോളെന്ന് പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട റോളെന്ന് പറയുന്നത് ഒരു കെയർ ഗീവറിൻ്റെ റോളാണ്. അതിപ്പോൾ നമ്മുടെ കുട്ടികൾക്കായിക്കോട്ടെ, ഭർത്താവിനായിക്കോട്ടെ, വീട്ടിലുള്ള ബാക്കിയുള്ള ആളുകൾക്കായിക്കോട്ടെ, ആ കെയർ ഗീവറിൻ്റെ റോളിൽ നിന്നിട്ട് ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും ഇവരൊക്കെ മൂവ് ഓൺ ചെയ്യും. കുട്ടികൾക്ക് അവരുടെ സ്വന്തം ഗ്രൂപ്പുകളാവും, അവർക്ക് സ്വന്തമായിട്ടുള്ള എക്സിസ്റ്റൻസ് ആവും, അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾ, അതായത് നമ്മളായിട്ട് അവരുടെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും അവർ ഓക്കെ ആണെന്നുള്ളൊരു സ്പേസിലേക്ക് അവർ മൂവ് ഓൺ ചെയ്യും. ഭർത്താവിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, തിരക്കുകൾ, അച്ഛനമ്മമാർക്ക് ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ കുറച്ചധികം കെയർ കൊടുക്കേണ്ട ഒരു സ്പേസിലേക്ക് വരും. അതായത് അവർക്ക് അസുഖങ്ങൾ വരാം. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അവരെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറേ സമയം അങ്ങനെ മാറും. അപ്പോൾ ഈ റോളിലുള്ള കുറേ ഷിഫ്റ്റുകൾ, പിന്നെ കുട്ടികളൊക്കെ അങ്ങ് മൂവ് ഓൺ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇനി എന്താണ് എൻ്റെ ഒരു വർത്ത്, എൻ്റെ ഒരു ആവശ്യം എന്താണ് എന്നുള്ള ചിന്ത, ഇത്തരം ലൈഫിലെ ട്രാൻസിഷൻസ് ഒക്കെ പലപ്പോഴും ഒരു മിഡ് ലൈഫ് ക്രൈസിസിലേക്ക് നമ്മൾ ലീഡ് ചെയ്യാറുണ്ട്.
പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഹോർമോണൽ ചേഞ്ചസ്. എനിക്കൊരു 30 വയസ്സ് വരെ ഒന്നും ഈ PMS എന്താന്ന് പോലും അറിയില്ലായിരുന്നു. ഒരു പ്രീ മെനിസ്ട്രൽ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പീരീഡ്സിന് മുന്നേ പലർക്കും അത് പല തരത്തിലായിരിക്കും, ചിലർക്ക് ഇപ്പോഴും അതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ എനിക്കിപ്പോൾ അറിയാം, പീരീഡ്സ് ആവുന്നതിന് ഒരു 2 ദിവസം മുന്നേ എനിക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങളാണ് കേട്ടോ. എന്തിൽ കൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. വളരെ നോർമലായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളോടും നമ്മൾ ഓവർ റിയാക്ട് ചെയ്യുക, വെറുതെ സങ്കടം വരിക, കരയുക. അപ്പോൾ പലതരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസിൽ കൂടി നമ്മൾ പ്രത്യേകിച്ച് 30കളിലും 40കളിലും ഒക്കെ കടന്നു പോകുന്നുണ്ട്. ഒരു മിഡ് 40s ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു 50s അടുക്കുമ്പോഴേക്കും മിക്കവർക്കും മെനോപോസ് ആവുന്നുണ്ട്. ഇപ്പോഴൊക്കെ കുറേ പേർക്ക് അത് ഏർലി മെനോപോസ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫേസിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും നമുക്ക് നമ്മുടെ ആ ഒരു സെൽഫ് വെർത്തിന് എന്തോ ഒരു കുറവ് സംഭവിച്ചു എന്നുള്ളൊരു ഫീൽ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്ന് നമ്മളെ ഈ ഹോർമോൺ തോന്നിപ്പിക്കും. അല്ലെങ്കിൽ ഉള്ള പല കാര്യങ്ങളും, അല്ലെങ്കിൽ സ്നേഹമുള്ള ചുറ്റുമുള്ള പലരെയും പോലും കണ്ടില്ല എന്ന് വെക്കാൻ പോലും ഈ ഹോർമോൺസ് നമ്മളെ നിർബന്ധിക്കും, അല്ലേ? ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഹോർമോണൽ ഇംബാലൻസസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന കുറേ മാറ്റങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കുട്ടിയായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പ്രായത്തിലൊക്കെ നമ്മൾ ഡിസയർ ചെയ്തിരുന്ന രൂപത്തിലോ ഭാവത്തിലോ ഷേപ്പിലോ ഒന്നും ആയിരിക്കില്ല നമ്മുടെ ശരീരം പോലും. അപ്പോൾ ഇതിനോടൊക്കെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മിഡ് ലൈഫ് ക്രൈസിസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. പ്രായമാകുന്നു എന്നുള്ള ചിന്ത, നമ്മുടെ ആദ്യത്തെ ആ ഒരു നര കാണുന്ന മൊമെൻ്റ് തൊട്ട് ശരീരത്തിൽ ചുളിവുകൾ വന്നു തുടങ്ങും, മുട്ടുവേദന, കാലുവേദന, അങ്ങനെ ഓടി നടന്ന് ആക്റ്റീവായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾക്കൊക്കെ എവിടെ ഒരു പിടി വീഴുന്ന പോലെയുള്ള തോട്ടൊക്കെ വരും. മേ ബി ചിലപ്പോൾ ഹസ്ബൻഡുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള ആ ഒരു സെക്ഷൽ കണക്ഷനിൽ പോലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ പലപ്പോഴും നമുക്ക് ഞാൻ ഡിസയറബിൾ അല്ലേ എന്നുള്ള തരത്തിലുള്ള ചിന്തകളൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയും മിഡ് ലൈഫ് ക്രൈസിസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. വേറൊരു കാര്യം, നമ്മൾ നമ്മുടെ പല ലൈഫ് ഡിസിഷൻസിനെയും ഈ ഒരു സമയത്ത് ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങും. നമ്മൾ ചിലപ്പോൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു സമയത്ത് കരിയർ വേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാമായിരുന്ന മറ്റൊരു കരിയർ ചോയ്സ് ഉണ്ടായിരുന്നു, നമുക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന ഒരു കാര്യം കോംപ്രമൈസ് ചെയ്ത് നമ്മൾ വേറൊരു കാര്യത്തിൽ സെറ്റിൽഡ് ആയിട്ടുണ്ടാവും. ഇത്തരത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള പല ഡിസിഷൻസും കരിയറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, വേറെ പല കാര്യത്തിലും ലൈഫ് ഡിസിഷൻസ്, അങ്ങനെ പല ഡിസിഷൻസും തെറ്റിപ്പോയോ, അല്ലെങ്കിൽ അങ്ങനെ അല്ലായിരുന്നു ഞാൻ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കുറച്ചും കൂടെ മെച്ചമായേനെ എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ നമ്മളെ വന്ന് ഹിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സമയമാണ് 30കളുടെ പകുതി തൊട്ട് അങ്ങോട്ട്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പേരൻസിന് ഏജ് ആവുന്നൊരു സമയമാണല്ലോ. നമ്മുടെ ഒരു 30കളിൽ 40കളിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പേരൻസിൻ്റെ ആരോഗ്യം ഏറ്റവും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫേസ്, അവർ രോഗത്തിലൂടെ കടന്നു പോകുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്, അത് നമ്മൾ കാണേണ്ട ഒരു ഫേസാണ്. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വിയോഗം നമ്മളെ ബാധിക്കുന്ന ഒരു സ്റ്റേജാണത്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു സനാഥത്വം ഫീൽ ചെയ്യുന്നത്, നമുക്ക് എല്ലാവരും ഉണ്ട് എന്നുള്ള ഒരു ഫീൽ ഉള്ളത്. എന്ത് പറഞ്ഞാലും അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ എന്നും കുട്ടികളാണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ഇവർ നമ്മളെ വിട്ടുപോകുന്ന ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ ഇവർ വിട്ടുപോയേക്കും എന്നുള്ള ആ ഒരു ചിന്ത പോലും നമ്മളെ ഭയങ്കരമായിട്ട് ഒലിച്ചു കളയും. അപ്പോൾ ഇവരില്ലെങ്കിൽ ഇനി ഞാൻ എന്ത് എന്നുള്ളൊരു ചിന്ത, ഏറ്റവും പ്രിയപ്പെട്ടവർ, അതിപ്പോൾ പേരൻസ് മാത്രമല്ല, നമ്മുടെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള പലരും വിട്ടുപോകുന്നത് നമ്മൾ കാണേണ്ടി വരുന്ന, ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ഏജ് കൂടിയാണ് നമ്മുടെ ഒരു മധ്യവയസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റുകളൊക്കെയും നമ്മളെ പലപ്പോഴും ഈ ഒരു മിഡ് ലൈഫ് ക്രൈസിസ് കൂടെ കൊണ്ടുപോകാറുണ്ട്. ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനൊരു എക്സിസ്റ്റൻസ്, ഇങ്ങനെയുള്ള പല ക്രേസി തോട്ട്സും നമ്മുടെ ഉള്ളിൽ വരാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ഇനി ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുമ്പോൾ മറ്റൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തൊന്നും ഒരു അർത്ഥമില്ലാന്ന് തോന്നുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് റിസ്ക് എടുക്കാൻ തോന്നാനുള്ള സാധ്യതയുണ്ട്. ഈ റിസ്ക് ടേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഇതുപോലെ സബ്സ്റ്റൻസ് അഡിക്ഷൻ ആയിക്കോട്ടെ, ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സിലേക്ക് പോലും ഏറ്റവും അധികം ആളുകൾ ചെന്ന് ചാടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ഒരു ഏജാണ്. കാര്യം നമുക്ക് ജീവിതത്തിന് പ്രത്യേകിച്ച് പർപ്പസ് ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അന്നേ വരെ സന്തോഷത്തോടെ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്തിരുന്ന, അതിപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു ഹോബി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും കൊടുത്തിരുന്ന ഒരു സർവീസ് ആയിക്കോട്ടെ, എന്താണെങ്കിലും ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യുന്ന പല കാര്യത്തിലും നമുക്കൊരു സന്തോഷം കണ്ടെത്താൻ പോലും പറ്റാതെ വരുമ്പോൾ
ഈ ജീവിതത്തിൽ എന്താണൊരു അർത്ഥമുള്ളത് എന്നുള്ള ചിന്തയൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമ്മളിതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്കും ചെന്ന് ചാടിയിട്ട് പിന്നെ അതിൻ്റെ ഗിൽറ്റും അതിനെ തുടർന്ന് വരുന്ന ബാക്കി കോൺസിക്വൻസസും ഒക്കെ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ് ഈ മിഡ് ലൈഫ്. പലപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഠിച്ചിരുന്ന കാലത്തൊക്കെ ഇപ്പോൾ റാങ്ക് മേടിച്ച് പാസ്സായി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഫ്ലൈയിങ് കളേഴ്സോടെ പഠിച്ച് ഉന്നത വിജയമൊക്കെ നേടിയിട്ടുള്ള ആളുകൾ, അന്ന് അവരുടെ ചുറ്റുമുള്ള ആളുകൾക്ക് അവരെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ ഭയങ്കര ഹൈ ആയിരുന്നിരിക്കും. നീ ജീവിതത്തിൽ ഇന്ന നിലയിലേക്ക് എത്തും, അങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള പല ആളുകളുമാണ് നമ്മളൊക്കെ. പക്ഷേ നമ്മുടെ പല സാഹചര്യങ്ങൾ കൊണ്ടും പല കാര്യങ്ങളിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടും, ചിലപ്പോൾ നമ്മുടെ ചോയ്സ് കൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നമ്മൾ ഉദ്ദേശിച്ചിടത്തേക്കൊന്നും ആയിരിക്കില്ല നമ്മുടെ ലൈഫ് നമ്മളെ എത്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു 30s-ലും 40s-ലും ഒക്കെ എത്തുമ്പോഴേക്കും നമുക്കൊരു റിയലൈസേഷൻ ഉണ്ടാവും, ഞാൻ ആഗ്രഹിച്ചൊരു ലൈഫേ അല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത്. മേ ബി നമ്മൾ ആഗ്രഹിച്ചൊരു പാർട്ട്ണർ ആയിരിക്കില്ല, നമ്മൾ ആഗ്രഹിച്ച തരത്തിലുള്ളൊരു കുടുംബത്തിലേക്കായിരിക്കില്ല നമ്മൾ ചെന്നിട്ടുണ്ടാവുക, നമ്മൾ ആഗ്രഹിച്ച തരത്തിലുള്ളൊരു കുടുംബമായിരിക്കില്ല നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ്, നമുക്ക് ഇഷ്ടമുള്ളൊരു കരിയറിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ ആലോചിച്ച് എന്തിനാ നമ്മൾ ഇഷ്ടമുള്ളൊരു രാജ്യത്തോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു സ്ഥലത്തോ പോലും ആയിരിക്കില്ല നമ്മൾ ആ സമയത്ത് ജീവിക്കുന്നത്. അപ്പോൾ ഇതിനൊന്നും ഇനിയിപ്പോൾ അങ്ങോട്ടേക്കും വലിയ മാറ്റം വരാൻ സാധ്യതയില്ല എന്നൊക്കെ തോന്നുമ്പോൾ ഈ പറഞ്ഞ മിഡിൽ ഏജ് ക്രൈസിസ് കാര്യമായിട്ട് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മിഡിൽ ഏജ് ക്രൈസിസിൽ കൂടെ കടന്നു പോകുന്ന ആളുകൾ നമ്മുടെ ചുറ്റും ഒരു വലിയ മെജോറിറ്റി ഉണ്ട്. അപ്പോൾ അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, എന്നാൽ വളരെ ഈസി ആയിട്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരുപാട് ആളുകളും ഉണ്ട്. അപ്പോൾ മിഡിൽ ഏജ് ക്രൈസിസിൻ്റെ കുറേ റീസൺസിനെ കുറിച്ചും അതിൻ്റെ കുറേ സിംറ്റംസിനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു. ഇനി വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം പലരിലും പല കാര്യങ്ങളാണ്, പല ഫാക്ടേഴ്സാണ് ആ ഒരു മിഡ് ലൈഫ് ക്രൈസിസ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ കൂടെ ഒക്കെ കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ ഇതും പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇത് വൺസ് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എങ്ങനെ പുറത്ത് കടക്കാം, എങ്ങനെ ബാക്ക് ടു ഒരു ഹാപ്പി ലൈഫ്, ഒരു നോർമൽ ലൈഫ്, ഒരു പീസ്ഫുൾ ലൈഫിലേക്ക് നമുക്ക് തിരിച്ചു വരാം എന്നുകൂടി ആലോചിക്കണ്ടേ. അപ്പോൾ അതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമുക്കത് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കാം. മേക്ക് ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ദ ബെസ്റ്റ് ഓഫ് യുവർ ലൈഫ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നൊരു മോട്ടോ. അതായത് ഇനി അങ്ങോട്ടേക്കുള്ള ലൈഫ് അതിപ്പോൾ എത്ര കുറച്ച് സമയമായാലും അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട്, ഏറ്റവും ക്രിയേറ്റീവായിട്ട് എന്തൊക്കെ അതിനകത്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതിനാദ്യം ചെയ്യേണ്ടത് നമ്മളൊന്ന് സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യണം. അതായത് നമ്മൾ നിൽക്കുന്ന പോയിന്റിൽ നിന്നിട്ട് ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, എന്തൊക്കെയാണ് എൻ്റെ ചുറ്റുവട്ടത്തുള്ളത്, ഇതിലെനിക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇനി പുതിയതായിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം. ആൻഡ് ചില കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറെഡി ഇത്ര സമയം കഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞു, ഇനിയപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ ലൈഫിൻ്റെ സിറ്റുവേഷൻസ് ഇങ്ങനെയാണ്, അതിലെനിക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളും ഒരിക്കലും മാറ്റാൻ പറ്റാത്ത പെർമനൻ്റ് ആയി പോയ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇങ്ങനെയാണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുക. പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കോളേജിൽ പോയിട്ടുള്ള പഠിത്തം മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കുട്ടികളോട് പോലും പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവാത്തൊരു സ്റ്റേജിലേക്കാണ് നമ്മൾ പോലും പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പോലും ഫീൽ ചെയ്യാറുണ്ട്, 10 വയസ്സുള്ള എൻ്റെ മകൾ സ്കൂളിൽ നിന്ന് വന്ന് പറയുന്ന പല കാര്യങ്ങളും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കും, ഇവളുടെ സുഹൃത്തുക്കളും. അപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ അർത്ഥം എന്താണ്, എനിക്ക് എന്ത് വിലയാണുള്ളത് എന്നുള്ള ചിന്തകളിൽ കൂടെ പോകാതിരിക്കാൻ കുറച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്, സെൽഫ് കെയർ. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. ഇത് നമ്മൾ കാലങ്ങളായിട്ട് ഇങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, സെൽഫ് കെയർ, സെൽഫ് ലവ് എന്നൊക്കെ. പക്ഷേ ആ ഒരു സെൽഫ് ലവ് പോലും തോന്നാൻ പറ്റുന്ന അവസ്ഥയിലല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് നമ്മളായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്യുക, നമ്മുടെ മനസ്സിനെ ടേക്ക് കെയർ ചെയ്യുക, അതിനൊക്കെ വേണ്ട കുറച്ച് കാര്യങ്ങൾ. ഞാൻ എപ്പോഴും പറയും, നല്ല എണ്ണ തേച്ചുള്ള, അല്ലെങ്കിൽ അത് പ്രിഫർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ കേട്ടോ,
നന്നായിട്ട് എണ്ണ തേച്ചുള്ള ഒരു ചൂടുവെള്ളത്തിലെ കുളി പോലും നമുക്ക് കൊടുക്കുന്നൊരു സെൽഫ് കെയർ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതും നമുക്ക് കൊടുക്കുന്നൊരു സെൽഫ് കെയർ ആണ്. നമുക്ക് ഇഷ്ടമുള്ളൊരു സീരീസ് കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ടോ കുറച്ച് സമയം മാറ്റി വെക്കുന്നതും ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് കെയർ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ശരീരം ഇപ്പോൾ എന്ത് ഷേപ്പിലായാലും എന്ത് ആരോഗ്യസ്ഥിതിയിലായാലും ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് തന്നെ വരണം. അങ്ങനെയാണെങ്കിൽ അത് ചുറ്റുമുള്ളവർക്കും റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ഡെഫിനറ്റായിട്ടും നമ്മൾ സമയം കണ്ടെത്തണം. ചില കാര്യങ്ങളോടെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചില കാര്യങ്ങളോട് ചേർന്ന് ഒഴുകുന്നതും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതുമാണ് അതിൻ്റെ ബ്യൂട്ടി. അതുപോലെ ഒരു കാര്യമാണ് പ്രായമാവുക എന്ന് പറയുന്നത്. എന്തൊക്കെ ചെയ്താലും പ്രായമാവും. നമുക്ക് ചില ഹെൽത്തി മെഷേഴ്സ് കൊണ്ട് ഏജിങ്ങിനെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എന്തൊക്കെ ചെയ്താലും ഒരു പ്രായത്തിൽ സംഭവിക്കേണ്ട മാറ്റങ്ങൾ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും അല്ലേ? പിന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പം നമ്മുടെ 20s നമ്മൾ ചേച്ചി എന്ന് നമ്മൾ 30-ലുള്ളവർ വിളിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ 40s-ലുള്ളവർ നമ്മൾ ആൻറ്റി എന്ന് വിളിച്ചിട്ടുണ്ടായിരിക്കും. ഇന്നിപ്പോൾ അതേ ഏജിലുള്ള കുട്ടികൾ നമ്മളെ തിരിച്ച് ഇതൊക്കെ വിളിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ 20s-ലും 40s-ലും മെൻറ്റാലിറ്റിയിലൊന്നും വലിയ ചേഞ്ചൊന്നുമില്ല. നമ്മളിപ്പോഴും മനസ്സുകൊണ്ട് അവിടെ ഇവിടെയൊക്കെയാണ് എന്ന് നമുക്ക് തോന്നാറില്ലേ? അപ്പോൾ ആ തോന്നലൊക്കെ എല്ലാവർക്കും ഉണ്ട്. ബട്ട് സ്റ്റിൽ ആ ഏജിങ് എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇത് കൂടെ ഒക്കെ കടന്നു പോകണ്ടേ? അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, ആ ഫ്ലോയ്ക്ക് അനുസരിച്ച് കുറച്ചൊന്ന് ഒഴുകാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ ഉള്ള കാര്യങ്ങളിലുള്ള ഒരു സംതൃപ്തി ഉണ്ടല്ലോ, നമ്മളെപ്പോഴും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് വേറുള്ളവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്, അവരുടെ ഒരു സിറ്റുവേഷൻസ്, അതൊക്കെ ആയിട്ട് നമ്മളെപ്പോഴും നമ്മളെ തന്നെ കമ്പയർ ചെയ്തിട്ട് എനിക്കൊന്നുമില്ല അല്ലെങ്കിൽ നമ്മുടെ കുറവുകളെ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കാതെ ഉള്ള കാര്യങ്ങളിൽ നമുക്ക് കുറച്ചൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കുറച്ചും കൂടെ പീസ്ഫുൾ ആയിട്ടിരിക്കാനും സന്തോഷമായിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് കീപ്പ് ചെയ്യുക എന്നുള്ളത്. അത് നമ്മുടെ ലൈഫിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ചുറ്റുമുള്ള മറ്റുള്ള ആളുകളുടെ ലൈഫിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴേ നമ്മൾ ആലോചിച്ച് നോക്കണം, നമുക്ക് ആദ്യം എന്താ ഫീൽ ചെയ്യുന്നത്? നമുക്ക് കുശുമ്പാണോ ഫീൽ ചെയ്യുന്നത്? അസൂയാണോ ഫീൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ അവർക്ക് മാത്രം എന്താ അങ്ങനെ സംഭവിച്ചത്? അല്ലെങ്കിൽ അവരെന്തെങ്കിലും വളഞ്ഞ വഴി കൂടെ പോയിട്ടായിരിക്കും അവർക്ക് ഈ ജീവിത സൗഭാഗ്യങ്ങളൊക്കെ കിട്ടിയത് എന്നുള്ള ചിന്തയൊക്കെയാണോ നമുക്ക് വരാറുള്ളത്? നമുക്ക് പലപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം, സോഷ്യൽ മീഡിയയിലുള്ള ചില പോസ്റ്റുകളുടെയൊക്കെ താഴെ ചില ആളുകൾ ചെന്നിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് ജനറലി നോക്കുമ്പോൾ ഒരാൾ അയാളുടെ നല്ല സന്തോഷമുള്ള മൊമെൻറ്റ് ഷെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും. പക്ഷെ ചില ആളുകൾ ഒരു കാര്യമില്ലാതെ അതിനകത്ത് ഒരു നെഗറ്റിവിറ്റി മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, അവരുടെ ലൈഫ് എന്തോരം നെഗറ്റീവ് ആയിരിക്കും എന്ന്. കാരണം അവർക്ക് ആ നെഗറ്റീവ്സിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് സെൽഫ് റിഫ്ലക്റ്റ് ചെയ്ത് ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്, നമ്മൾ അങ്ങനത്തെ ഒരാളാണോ എന്ന്. എന്തെങ്കിലും ഒരാളുടെ ഒരു സന്തോഷം എവിടെയെങ്കിലും ഷെയർ ചെയ്ത് കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് ആണോ വരുന്നത്, അതോ ഒരു പോസിറ്റീവ് തോട്ടാണോ വരുന്നത് എന്നുള്ളത് നമ്മൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും പോസിറ്റീവ് വൈബ്സ് ഒള്ളി എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പോസിറ്റീവായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. മനുഷ്യരാകുമ്പോഴത്തേക്ക് എല്ലാ തരത്തിലുള്ള ഇമോഷൻസും നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ കൂടുതൽ നല്ല കാര്യങ്ങളിലേക്ക്, പോസിറ്റീവ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി പതുക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മിഡിൽ ഏജ് ക്രൈസിസിൽ കൂടെയൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പുറത്ത് വരാൻ പറ്റും. ഇനി ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ സിംറ്റംസ് ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു എംപ്റ്റിനെസ് തോന്നുക, സങ്കടം വരിക, ആ കാരണമായിട്ട് ദേഷ്യം വരിക, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് തന്നെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ വരിക, അങ്ങനത്തെ ഒക്കെ ഫേസ് കൂടാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി, പുതിയ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റുകൾ കണ്ടുപിടിച്ച് ഇനിയും ലേറ്റ് ആയിട്ടില്ല എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ട് പുത്തൻ കാര്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാം, ഹെൽത്തി ആയിട്ടുള്ള സർക്കിളുകളിൽ നമുക്ക് ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കാം. നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട്, അതിപ്പോൾ ഒരു നടക്കാൻ പോക്ക് തൊട്ട് സമയം കൃത്യമായിട്ട് പാലിച്ച് വെള്ളം കുടിക്കുന്നത് ഉൾപ്പെടെ, ഹെൽത്തി ആയിട്ടുള്ളൊരു സ്ലീപ്പിംഗ് ഹാബിറ്റ് ഉണ്ടാക്കുന്നത് ഉൾപ്പെടെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നമുക്ക് എവിടെയൊന്നും ഒരു പ്രശ്നം ഫീൽ ചെയ്യാണ്, ഇതങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ, അല്ലെങ്കിൽ മിഡ് ലൈഫ് ക്രൈസിസ് തന്നെയാണോ, എന്നെ കാര്യമായിട്ട് എന്തോ ഹിറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സജ്ജരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു ഫേസിൽ നിന്ന് ഇതൊരു ഹമ്പ് പോലെയാണ്, നമ്മളൊന്ന് കയറി ഇറങ്ങി ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്മൂത്ത് റൈഡായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഹമ്പിൻ്റെ അവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് തോന്നൂല,
ഇതിനകത്തോടെ കയറി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത്ര സുഖമൊന്നും ഉണ്ടാവും നമുക്ക് ചിലപ്പോൾ തോന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ കോൺഷ്യസ് ആയിട്ടൊരു എഫേർട്ട് എടുത്ത് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ആൻഡ് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്തൊരു കണക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, എന്നോട് സംസാരിക്കാമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് എ ഫേം. ഞാൻ നമ്മുടെ ചാനലിൽ ഞാനത് പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു, പക്ഷേ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ അവിടെ ഇവിടെയൊക്കെ മെൻഷൻ ചെയ്യാറുണ്ട്. എനിക്കൊരു ഫേം ഉണ്ട്, അതിൻ്റെ പേര് ബിക്കമിങ് എന്നാണ്. നമ്മൾ ലൈഫ് കോച്ചിങ് സർവീസസും അതുപോലെ തെറാപ്പിയും ഒക്കെ കൊടുക്കുന്ന പ്ലാറ്റ്ഫോമാണ്. കൂടുതൽ വിവരങ്ങളൊക്കെ പതുക്കെ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ എങ്ങനെ നമ്മളെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് ഇതിൻ്റെ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആസ് എ ലൈഫ് കോച്ച് ഓൾസോ എനിക്ക് ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ പറ്റിയേക്കാം. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അങ്ങനെ ജെൻഡർ വ്യത്യാസമൊന്നും ഇല്ലാതെ പലരും കടന്നു പോകുന്നൊരു സ്റ്റേജാണ് ഈ മിഡിൽ ഏജ് ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിച്ചത്. പുരുഷന്മാർ അനുഭവിക്കുന്നത് പോലെയല്ല, കുറച്ചും കൂടെ അധികം ഫാക്ടേഴ്സ് സ്ത്രീകളുടെ മിഡിൽ ഏജ് ക്രൈസിസിനെ കോംപ്ലക്സ് ആക്കാറുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ പോയിന്റ് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത്തരം സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഉണ്ടാകും എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ അവർക്ക് ഹെൽപ്ഫുൾ ആവും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പ്, അതുപോലെ പേരൻറ്റിങ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില വിഷയങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ചാനലിൽ കൂടുതലും ചർച്ച ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ദ ചാനൽ ലൈഫ് അൺഎഡിറ്റഡ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വനിതാ ദിനാശംസകൾ.